നമസ്കാരം. കഴിഞ്ഞ ദിവസം ഡൽഹി കേരള ഹൗസിൽ നാടകീയമായ പല സംഭവങ്ങളും നടക്കുകയുണ്ടായി. ഒരു അപസർപ്പക കഥയെ വെല്ലുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം ഡൽഹി കേരള ഹൗസിലെ 206 നമ്പർ മുറിയിൽ നടന്നത്. മുൻമന്ത്രി ആന്റണി രാജുവിൻ്റെ മുറിയായിരുന്നു അത്. തലേ ദിവസം അഹമ്മദ് ദേവർകോവിലും ഒരുമിച്ചാണ് ആന്റണി രാജു ഡൽഹി കേരള ഹൗസിൽ എത്തിയത്. രാത്രി വൈകിയെത്തിയ ഇവർ പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഒരുമിച്ച് ചായ കുടിക്കാൻ പോകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുവരും മുറിയിലേക്ക് പോയത്. അടുത്തടുത്ത മുറികളിൽ MLA-മാരായ മുൻ മന്ത്രിമാരായ മറ്റു പല നേതാക്കളും കേരളത്തിൽ നിന്നുണ്ടായിരുന്നു. കടന്നപ്പള്ളി രാമചന്ദ്രൻ, അഹമ്മദ് ദേവർകോവിൽ, വിൻസെന്റ്, ഇങ്ങനെ നിരവധി ആളുകൾ കേരള ഹൗസിലുണ്ടായിരുന്നു. എന്നാൽ പിറ്റേ ദിവസം ആന്റണി രാജു ചായ കുടിക്കാൻ വേണ്ടി പോകാം എന്ന് പറയുന്ന സമയത്ത് ആന്റണി രാജുവിനെ പലതവണ ഫോണിൽ വിളിച്ചിട്ടും അദ്ദേഹം ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പറിൽ വിളിച്ചു, ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, ആന്റണി രാജു എടുക്കുന്നില്ല. പിന്നീട് 206 നമ്പർ മുറിയിലുള്ള ലാൻഡ് ലൈനിലേക്ക് വിളിക്കുന്നു, അപ്പോഴും ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആന്റണി രാജുവിൻ്റെ മുറിയിൽ നിന്നും യാതൊരു തരത്തിലുള്ള പ്രതികരണവുമില്ല. ഈ പരിപാടി ഏതാണ്ട് അരമണിക്കൂർ നേരം നീണ്ടപ്പോൾ കടന്നപ്പള്ളി രാമചന്ദ്രനും അഹമ്മദ് ദേവർകോവിലിനും വിൻസെന്റിനുമെല്ലാം ഭയമായി. കാരണം ഏതാണ്ട് 1.5 പതിറ്റാണ്ട് മുമ്പ് കേരള ഹൗസിൽ ഇത്തരത്തിൽ ഒരു സമാനമായൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ഒരു മുറിയിൽ താമസിക്കുന്നു, പിറ്റേ ദിവസം അദ്ദേഹത്തെ വിളിച്ചിട്ട് വാതിൽ തുറക്കുന്നില്ല, ഏറെ നേരം കഴിഞ്ഞിട്ടും യാതൊരു പ്രതികരണമില്ല, ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. പിന്നീട് അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരെത്തി ഡോറിൻ്റെ കതക് ചവിട്ടിപ്പൊളിച്ച് അകത്ത് കടന്നു കഴിഞ്ഞപ്പോൾ ആ ഉദ്യോഗസ്ഥൻ ബാത്റൂമിൽ ബോധരഹിതനായി കിടക്കുന്നതാണ് കണ്ടത്. തക്ക സമയത്ത് സെക്യൂരിറ്റി ജീവനക്കാരുടെ ഇടപെടൽ മൂലം ആ ഉദ്യോഗസ്ഥനെ ആശുപത്രിയിൽ എത്തിക്കുകയും വൈദ്യസഹായം ചെയ്യുകയും രക്ഷപ്പെടുകയും ചെയ്തു. ഈ ഒരു ഓർമ്മയാണ് ഇപ്പോൾ ആന്റണി രാജുവിൻ്റെ മുറിയിൽ മുട്ടിയിട്ടും അദ്ദേഹത്തെ ഫോൺ ചെയ്തിട്ടും എടുക്കാതെ ആയപ്പോൾ അഹമ്മദ് ദേവർകോവിൽ അടക്കമുള്ള ആളുകൾക്കുണ്ടായത്. സെക്യൂരിറ്റി ജീവനക്കാരെ വിളിച്ചു വരുത്തി അവർ വാതിൽ ചവിട്ടിപ്പൊളിച്ചു. അകത്ത് കടന്ന ആളുകൾ അകത്ത് മുറിയിൽ ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഈ വെള്ളം വീഴുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ ആളുകൾ ആ കതകിൽ മുട്ടി. ബാത്റൂമിൽ മുട്ടിക്കഴിഞ്ഞപ്പോൾ യേസ് എന്നൊരു വിളി കേട്ടു. അകത്ത് ആളുണ്ട് എന്നറിഞ്ഞപ്പോൾ അഹമ്മദ് ദേവർകോവിൽ അടക്കമുള്ള ആളുകളുടെ മുഖത്ത് ആശ്ചര്യം പരന്നു. അവർ വീണ്ടും കതകിൽ മുട്ടി വിളിച്ചപ്പോൾ ആന്റണി രാജു പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു. നിങ്ങൾ എന്താണ് ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ പുറത്ത് ഏതാണ്ട് 3/4 മണിക്കൂറോളം നടന്ന ഇത്തരം പുകിലുകളൊന്നും ആന്റണി രാജു അറിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലായി. തൻ്റെ ഫോണിൽ വിളിക്കുന്നത് ഏതെങ്കിലും സെക്യൂരിറ്റി ജീവനക്കാരായിരിക്കും എന്ന് കരുതി താൻ വിശദമായി കുളിക്കാൻ നിന്നതാണ് എന്നാണ് ആന്റണി രാജു അഹമ്മദ് ദേവർകോവിൽ അടക്കമുള്ള കേരളത്തിൽ നിന്നുള്ള നേതാക്കളെ അറിയിച്ചത്. അതായത് ഡൽഹിയിലെത്തി വളരെ വിശദമായി കുളിക്കാൻ വേണ്ടി താൻ തീരുമാനിക്കുന്നു. അതുകൊണ്ട് മുൻവശത്തെ കതക് പൂട്ടിയിട്ടിട്ട് കുളിക്കാൻ ഒരുങ്ങുന്നു. ഈ സമയത്ത് പലരും ഫോണിൽ വിളിക്കുന്നു. സെക്യൂരിറ്റി ജീവനക്കാരായിരിക്കും എന്ന് കരുതി കുളി കഴിഞ്ഞതിന് ശേഷം വിശദമായി സംസാരിക്കാം എന്ന് കരുതി താൻ കുളിക്കാൻ ഇരിക്കുകയായിരുന്നു എന്നാണ് ആന്റണി രാജു MLA-മാർക്കും മുൻ മന്ത്രിമാർക്കും നൽകിയ വിശദീകരണം. മറ്റൊരു കാര്യം കൂടി ആന്റണി രാജു എടുത്തു പറയുകയുണ്ടായി. എൻ്റെ മുറിയിൽ അതിക്രമിച്ച് കയറി എൻ്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ചതിന് നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ കേട്ടുനിന്ന് അഹമ്മദ് ദേവർകോവിൽ അടക്കമുള്ള ആളുകൾ ചിരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ആന്റണി രാജുവിന് മുൻപ് 1.5 പതിറ്റാണ്ട് മുൻപ് സംഭവിച്ച ഒരു ഉദ്യോഗസ്ഥൻ്റെ അവസ്ഥ ഉണ്ടായില്ല എന്നതിൽ എല്ലാവർക്കും ആശ്വാസം തോന്നി. ആന്റണി രാജു പറഞ്ഞ് മുറി ചവിട്ടിപ്പൊളിച്ച് അകത്ത് കിടന്നതിന് കേസ് കൊടുക്കും എന്ന് പറഞ്ഞ് ഫലിതം കേട്ട് എല്ലാവരും ചിരിക്കുകയും ശേഷം എല്ലാവരും ഒരുമിച്ച് ചായ കുടിക്കാൻ പോവുകയും ചെയ്തു എന്നുള്ളതാണ് ഈ കഥയുടെ രത്നച്ചുരുക്കം. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ മുറിക്ക് പുറത്തു നിൽക്കുന്നവർക്ക് വേവലാതികൾ പലതാണ്. എന്തായിരിക്കും അകത്ത് സംഭവിച്ചിട്ടുണ്ടാകുക? ഒരാൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു മുറിയിൽ 2 ഫോണുകളും മാറി മാറി റിങ് ചെയ്യുന്നുണ്ട്, ആൾ എടുക്കുന്നില്ല. ഏതെങ്കിലും തരത്തിൽ ആൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടോ? മറ്റൊരു ഉദ്യോഗസ്ഥന് മുൻപ് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിച്ച് പുറത്തു നിൽക്കുന്ന ആളുകൾ വേവലാതിപ്പെട്ടത് ആന്റണി രാജു മനസ്സിലാക്കിയില്ല. എന്തായാലും ആന്റണി രാജുവിന് മറ്റ് അപാകങ്ങളൊന്നും ഉണ്ടായില്ല, മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടായില്ല എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി എല്ലാവർക്കും സന്തോഷമായി. എന്തായാലും ഇത്തരം ചില സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കുവാൻ വേണ്ടി എല്ലാ നിയമസഭാ സാമാജികരും കേരളത്തിൽ നിന്നെത്തുന്ന എല്ലാ നേതാക്കളും ഇത്തരത്തിൽ വിശദമായി കുളിക്കാൻ പോകുന്നതിന് മുമ്പ് പുറത്ത് ഒരു കുറിപ്പെങ്കിലും തൂക്കിയിടണം, ഞാൻ കുളിക്കുകയാണ് എന്നെങ്കിലും തൂക്കിയിടണം എന്നാണ് മറ്റു പല മന്ത്രിമാരും ആന്റണി രാജുവിനോട് പറഞ്ഞ് ചിരിച്ചത്. ഈ സംഭവം ഇപ്പോൾ ഡൽഹി കേരള ഹൗസിൽ വലിയ ഒച്ചപ്പാടും ചിരിക്കും ഇട നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്താവിശേഷം.